എറണാകുളത്ത് അങ്കമാലിയിലേക്ക് നമ്മൾ പോവുകയാണ്. അവിടെ പോലീസ് നടപടികൾ. വിമത വിഭാഗത്തെ പള്ളിയിൽ നിന്ന് രാത്രിയിൽ പോലീസ് ആക്ഷനിലൂടെ പുറത്താക്കിയിരുന്നു. ഇപ്പോൾ അവരുമായി പോലീസുമായി കയർക്കുകയാണ് വിമത വിഭാഗം. പോലീസുമായിട്ടുള്ള വാക്കേറ്റമാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അങ്കമാലി അതിരൂപതയിൽ ആസ്ഥാനത്ത് സമരം ചെയ്ത വൈദികർക്കെതിരെയാണ് ഇപ്പോൾ പോലീസിന്റെ നടപടി. 21 വൈദികരെ പോലീസ് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് നീക്കിയിരുന്നു. ബലപ്രയോഗം നടത്തിയെന്നും മർദ്ദിച്ചുവെന്നുമൊക്കെ അവർ മാധ്യമങ്ങളോട് പറഞ്ഞു അല്പസമയം മുമ്പ്. ഇപ്പോൾ ഈ ബസീലിക്കയിൽ കയറി ബലമായി നീക്കം ചെയ്തതിനെതിരെയാണ് വിമത വിഭാഗം പോലീസുമായി കയർക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സേഫ് ന്യൂസുണ്ട്. സർക്കാരിന്റെ നിലപാടാണ്. ഇപ്പോൾ സൈഫ് ന്യൂസ് അലിയാർ ചേരുന്നു. സൈഫ് ന്യൂസ് അലിയാർ, വിവിധ വിഭാഗത്തിന്റെ പിന്തുണയുമായി എത്തിയവരാണോ പോലീസുമായി വാക്കേറ്റം നടത്തുന്നത്? തീർച്ചയായും അരുൺകുമാർ, വിമത വിഭാഗത്തിന് പിന്തുണയുമായി ഇപ്പോൾ വിമത വിഭാഗത്തിന്റെ വൈദികരാണ് അനുകൂലിക്കുന്ന വൈദികരാണ് ഈ പള്ളിക്ക് അകത്തുള്ളത്. പള്ളിക്ക് പുറത്തുള്ളത് ഈ വിമത വിഭാഗമാണ്. വിമത വിഭാഗക്കാർ ഇപ്പോൾ പോലീസിനെതിരെയും ഒപ്പം തന്നെ ആർച്ച് ബിഷപ്പിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ പ്രതിഷേധം നടത്തുകയാണ്. ACP ജയകുമാറിന്റെ സെൻട്രൽ ACP ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പുലർച്ചെ 5 മണിയോടുകൂടി ഇവിടെ എത്തി വൈദികരെ പള്ളിയിൽ നിന്ന് മാറ്റാൻ നടപടിയെടുത്തത്. ഇതിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ACPയോട് അറിയിക്കുന്നത്. ACPക്കെതിരെ മുദ്രാവാക്യവും ഒപ്പം തന്നെ പോലീസിനും മുഖ്യമന്ത്രിക്കുമെതിരെയൊക്കെ മുദ്രാവാക്യം വിളികളുമായാണ് പ്രതിഷേധിച്ചത്. ഇപ്പോഴും ACP ഇവരെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പിരിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ പ്രതിഷേധക്കാർ പിരിഞ്ഞു പോകാൻ തയ്യാറല്ല. അറസ്റ്റ് ചെയ്ത് നീക്കിയാലും ഇവിടെ നിന്ന് മാറില്ല. കൂടുതൽ പ്രതിഷേധക്കാർ വിശ്വാസികൾ ഇവിടേക്ക് എത്തും എന്നാണ് പറയുന്നത്. വൈദികരടക്കം ഇപ്പോൾ പോലീസുമായി സംസാരിക്കുകയാണ്. ഇന്ന് രാവിലെയോടുകൂടിയാണ് എറണാകുളം സെന്റ് മേരീസ് ബസലിക്കയിൽ പോലീസിന്റെ നടപടി ഉണ്ടായത്. പോലീസ് വലിയ രീതിയിലുള്ള സന്നാഹങ്ങളുമായി എത്തിയാണ് 21 വൈദികരെയും ഈ പ്രാർത്ഥനാ സമരം നടത്തുന്ന 21 വൈദികരെയും പള്ളിയുടെ സമീപത്ത് നിന്ന് ഗേറ്റിന് പുറത്തേക്ക് ഇറക്കാൻ നോക്കിയത്. പക്ഷേ പ്രതിഷേധം രൂക്ഷമായതോടുകൂടി പോലീസ് പിൻവാങ്ങുകയായിരുന്നു. ഇപ്പോൾ 50ഓളം പോലീസുകാർ പള്ളിക്ക് അകത്തും പള്ളിയുടെ പുറത്തും നിൽക്കുന്നുണ്ട്. ACP ജയകുമാറും ഇവിടെയുണ്ട്. ഇപ്പോൾ പ്രതിഷേധക്കാർ സംസാരിക്കുകയാണ്. പക്ഷെ ഒരു രീതിയിലും പിരിഞ്ഞു പോകാൻ പ്രതിഷേധക്കാർ തയ്യാറല്ല എന്നാണ് പറയുന്നത്. അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെ പരാതിക്ക് പിന്നാലെയായിരുന്നു ഇന്ന് രാവിലെ പോലീസിന്റെ നടപടി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ പ്രതിഷേധം നടക്കുകയായിരുന്നു. ഈ പ്രധാനമായും കൂരിയെ മാറ്റിയതുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രതിഷേധങ്ങളുടെ തുടക്കം. അതായത് ഈ ഏകീകൃത കുർബാനയെ, അതായത് സിനഡ് കുർബാനയെ പാലിക്കാത്ത വൈദികർക്കെതിരെയും ഒപ്പം തന്നെ കൂരിക്കെതിരെയും നടപടി എടുത്തിരുന്നു. 4 പള്ളികളിലെ, അതായത് കടവന്ത്ര, പാലാരിവട്ടം തുടങ്ങിയ പള്ളികളിലെ 4 പള്ളികളിലെ വികാരിമാരെ മാറ്റിയിരുന്നു. ഈ വികാരിമാരെ മാറ്റിയതിന് പിന്നാലെ തന്നെ ബിഷപ്പിനൊപ്പം പ്രവർത്തിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗമായ കൂരിയെയും മാറ്റിയിരുന്നു. ഈ കൂരിയയിൽ ഉണ്ടായിരുന്നത് ബിഷപ്പും വികാരി ജനറലും ചാൻസലറും പ്രൊക്യുറേറ്ററുമായിരുന്നു. ഈ 4 പേർക്കെതിരെയും നടപടിയെടുത്തു. ഇവരെല്ലാം മാറ്റിയതിലാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. ഇപ്പോൾ ACPക്കെതിരെ ഈ പ്രതിഷേധക്കാർ തട്ടിക്കയറുന്ന കാഴ്ചയും കാണുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ അങ്കമാലി അതിരൂപതയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. പോലീസിനെതിരെ മുദ്രാവാക്യം മുഴക്കുന്നുണ്ട്. 21ഓളം വൈദികരാണ് ബിഷപ്പ് ഹൗസിൽ പ്രതിഷേധം നടത്തിയത്. ഇന്നിപ്പോൾ പുലർച്ചെ പോലീസ് സംഘം എത്തി അവരെ അവിടെ നിന്നും നീക്കുകയായിരുന്നു. ഈ വൈദികരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. രേഖയില്ലാതെ അറസ്റ്റ് ചെയ്യാൻ അനുവദിക്കില്ല എന്നാണോ പ്രതിഷേധിക്കുന്നവർ പറയുന്നത്? സൈഫ് ന്യൂസ്. രേഖ കാണിച്ചാലും അറസ്റ്റ് നടപടികളിലേക്ക് അനുവദിക്കില്ല എന്നുള്ളതാണ്. വൈദികരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. സമാധാനപരമായി സമരം നടത്തുകയായിരുന്നു, ഉറങ്ങിക്കിടക്കുകയായിരുന്നു വൈദികർക്കെതിരെയാണ് ഈ
പോലീസ് പ്രതിഷേധം നടത്തുന്നത്. ACP ജയകുമാർ ഇവരെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നതിൽ ACP സംസാരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിഷേധക്കാർ ACPയോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ACPയെ സംസാരിക്കാൻ പോലും അനുവദിക്കാതെയാണ് ഇപ്പോൾ പ്രതിഷേധക്കാർ ഇവിടെ തട്ടിക്കയറുന്നത്. അകത്ത് വൈദികരുടെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. നിലത്ത് കിടന്നാണ് വൈദികർ പ്രതിഷേധിക്കുന്നത്. ഇവിടെ പുറത്ത് വൈദികരെ കുലിക്കുന്ന വിമത വിഭാഗം പ്രതിഷേധക്കാരാണ് ഇപ്പോൾ പോലീസുമായി സംസാരിക്കുകയും ചെയ്തത്. സർക്കാർ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കെതിരാണ്. നീതി പാലിക്കാൻ പറ്റില്ല. ഒന്നെങ്കിൽ തള്ളല്ലേ. അത്രയേറെ തുടക്കം മുതൽ നിങ്ങൾ വൺ മാൻ ഷോയും വൺ സൈഡ് പരിപാടിയാ. കാരണം നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളത്തെക്കാൾ കൂടുതൽ നിങ്ങൾ വാങ്ങി പോക്കറ്റിലിടുന്ന പുട്ടടിക്കുന്ന കിമ്പളമാണ് നിങ്ങളെ നയിക്കുന്നുള്ള യാതൊരു സംശയവും ഞങ്ങൾക്കില്ല. ഇന്ന് രാവിലെ രണ്ട് ദിവസം പോച്ചട കൂടെ